ഈ 101 വീട് വെറും വാഗ്ദാനമല്ല, 6 മാസം കൊണ്ട് ഈ 101 വീട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയ് സാറിൻ്റെ മരണം നമ്മളെല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ടല്ലേ. ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ബിസിനസ് സമൂഹം അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ വലിയ റിസ്ക് എടുക്കുന്ന ആളുകൾക്ക് നമ്മൾ ഇമോഷണലി എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളതാണ്. നമ്മൾ ഫിസിക്കലി സ്ട്രോങ് ആവാൻ ശ്രമിക്കും, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്കുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ മെൻ്റലി നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മളെ മുന്നിൽ കണ്ടത്. കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്തെ UAE തന്നെ പല മലയാളി ബിസിനസ്സുകാരിൽ പലരും ആത്മഹത്യ ചെയ്തു. നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. അവർക്ക് പണത്തിൻ്റെ കുറവ് കണ്ടല്ല നല്ലൊരു ശതമാനം ആത്മഹത്യ ചെയ്തത്. അവർ ജീവിതത്തിൽ ഇത്രയും കാലം എടുത്ത റിസ്കിനെ അപേക്ഷിച്ച് നോക്കണം, അവരുടെ മുന്നിൽ വന്ന റിസ്ക്കൊക്കെ വളരെ ചെറുതാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ വെൽത്തി ആവാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടാവും ബിസിനസ്സുകാർ എസ്പെഷ്യലി. പിന്നെ ഇപ്പോൾ കുറേ ആളുകൾ അവരുടെ ഹെൽത്ത് നോക്കുന്നുണ്ട്, ഫിസിക്കൽ ഹെൽത്ത്, എക്സസൈസും ജിമ്മൊക്കെ ആയിട്ട് പലരും ചെയ്യും. പക്ഷേ മെൻ്റൽ ഹെൽത്ത് എത്രത്തോളം സ്ട്രോങ് ആക്കുന്നുണ്ട്, അവർ ഇമോഷണലി എത്രത്തോളം വീക്കാണ് എന്നുള്ളതും അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ള ഈ 2-3 അനുഭവങ്ങൾ വെച്ച് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും ചെറിയ ചെറിയ ദുഃഖങ്ങൾ വരികയാണെങ്കിലും മദ്യം പോലെ ലഹരികൾ ഉപയോഗിക്കുക. പിന്നെ നമ്മുടെ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈലി എക്സൈറ്റഡ് ആയിട്ട് പ്രോപ്പറായിട്ട് ഉറക്കുണ്ടാവില്ല. നല്ല ട്രൂ ഫ്രണ്ട്സ് നമുക്കുണ്ടാവില്ല, ബിസിനസ് ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷേ നമുക്ക് എല്ലാം തുറന്ന് പറയാൻ പറ്റിയ ഒരു ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഇല്ലാതിരിക്കുക. ഇതൊന്നും നമ്മൾ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഫെയിലിയർ ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ യോഗ, മെഡിറ്റേഷൻ, ദൈവഭക്തിയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ദൈവത്തിലേക്ക് പരമേൽപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന ഇടത്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യത്തെ, അതുപോലുള്ള കാര്യങ്ങളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് വളരെ വലിയ അപകടങ്ങളിലേക്കും അബദ്ധങ്ങളിലേക്കും തീരാ നഷ്ടങ്ങളിലേക്കും ചെന്നുപെടും എന്നും കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അയാൾ എത്രത്തോളം മെൻ്റലി സ്ട്രോങ് ആയിരുന്നു അല്ലെങ്കിൽ വീക്കായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവം കാണിക്കുന്നത്. ഒരുപാട് ചലഞ്ച് എടുത്ത മനുഷ്യൻ എത്രയോ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കേസിൽ നിന്നാണ് സ്വയം ജീവൻ അവസാനിപ്പിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. CJ റോയ് സാറിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുള്ള ആളുകൾക്കും തന്നെ നഷ്ടമായി. ഈ അവസരത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്.